രാഷ്ട്രീയമായി വളരെ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു ഗവൺമെന്റിനെ എന്തൊക്കെ ചെയ്യണം, എന്തിനുള്ളതാണ് ഒരു ഗവൺമെന്റ് എന്ന ഒരു സങ്കല്പം ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചു. മനുഷ്യന്റെ പാർപ്പിടം, മനുഷ്യന്റെ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, നീതി, അവന്റെ അവകാശങ്ങൾ, അതൊക്കെയാണ് അതിൽ എടുത്തു പറയുന്നത്. നിങ്ങൾ ഈ കേരള ഗവൺമെന്റിനെ ഞങ്ങളെ വിമർശിക്കുന്ന സതീശനും കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഉൾപ്പെടുന്ന ആളുകൾ ഈ കേരള ഗവൺമെന്റിനെ ഒന്ന് നിരീക്ഷിക്കണം. നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ സമുദായവും പാണക്കാട് തങ്ങളുടെ സമുദായവും മാത്രമല്ല ഈ കേരളത്തിലുള്ളത്. അട്ടപ്പാടിയിൽ ആദിവാസികളുണ്ട്, വിവിധ സമുദായങ്ങളായി വിവിധ തൊഴിലാളികളായി ജീവിക്കുന്ന ഒട്ടനവധി സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങൾക്കൊക്കെ ശബ്ദം വേണ്ടേ? ആ സമുദായങ്ങൾക്കൊക്കെ പ്രാതിനിധ്യം വേണ്ടേ? നിങ്ങൾ കലിപ്പുള്ള പ്രമാണിമാരായ, മുതലാളിമാരായ, പുത്തമ്പടക്കാരായ, പഴയ ജമ്മികളായ, വർഗീയവാദികളായ 10 സമുദായങ്ങൾ, 4 സമുദായങ്ങൾക്ക് ശബ്ദമുണ്ടായാൽ മതിയോ കേരളത്തിൽ? ഈ ഗവൺമെന്റ് വയനാട്ടിലും അട്ടപ്പാടിയിലും ആദിവാസികൾക്ക് വരെ അത്യുന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കരുണാകരൻ ചെയ്തിട്ടുണ്ടോ? ആന്റണി അവരെ എന്താ ചെയ്തത്? മുത്തങ്ങയിൽ ആന്റണി ആ മഹാസാധുക്കളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ സാധാരണക്കാരെ, പാവങ്ങളെ, ദരിദ്രരെ ജാതി നോക്കാതെ, മതം നോക്കാതെ, പ്രദേശം നോക്കാതെ ചേർത്ത് പിടിച്ച ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധം കനകോലു ആയുധമാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന നല്ല മിടുങ്കോല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലുണ്ട്. കനകോല് വന്നാൽ കുലുങ്ങില്ല. നിങ്ങൾ തട്ടത്തെ സംബന്ധിച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ ജഡ്ജിയെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിക്കും, ഈ സമൂഹത്തോട് സംവദിക്കും. മുസ്ലിം ലീഗിന് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളൊന്നും മാത്രമല്ല നേതാക്കളുള്ളത്. ബിജെപിക്ക് സംഘപരിവാർ സംഘങ്ങൾ ഉള്ളതുപോലെ മുസ്ലിം ലീഗിന് വേറെ ചില സംഘങ്ങളുണ്ട്. മുജാഹിദായിട്ടും ജമാഅത്തായിട്ടും ദാവൂദായിട്ടും തൊപ്പി വെച്ചിട്ടും താടി വെച്ചിട്ടും കുറെ ആളുകൾ. അതിലൊരു പുള്ള പറയാം, അച്യുതാനന്ദൻ ഒതുകൊടുക്കുക, പിണറായി വിടൻ ഒതുകൊടുക്കുക. ഞാൻ പാണക്കാട് തങ്ങളുടെ ആളാണ്, നിങ്ങൾ എന്തായാലും വേണ്ടില്ല. ഒരു മല്ല ഞങ്ങൾ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരൊറ്റ വാക്കിൽ 50 സെക്കൻഡ് തികയാത്ത ഒരു പ്രയോഗത്തിൽ 25% മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും ഒള എടുക്കാത്ത 75% അന്യ സമുദായം മറുഭാഗത്തും അവരെ ഭിന്നിപ്പിച്ചതാരാ? ഈ മൊല്ലക്കുട്ടിയാണ്. ആ മൊല്ലക്കുട്ടികളോട് ഞങ്ങൾ തുറന്ന് സംസാരിക്കും. ഈ നാട് കലക്കരുത്. ഈ നാട് നിങ്ങൾ കെട്ടിപ്പടുത്തതല്ല. 19 കൊല്ലമായി ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങളെ പാകിസ്ഥാനിൽ അയക്കുന്നേ, ഞങ്ങളെ നശിപ്പിക്കുന്നേ. ചന്തപ്പുരയിൽ നെഞ്ചത്തടിച്ച് നടക്കുകയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു 10-20 നിയോജക മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ. ആ രൂപ ചെലവാക്കിയതിന്റെ ഫലമാണ് ഇടതുപക്ഷത്തിന് ഇവിടെ വന്ന ചില പോരായ്മകൾ, ചില പരാജയങ്ങൾ. അതിന്റെ പിന്നിൽ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടുത്ത വർഗീയത ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ മലബാറിൽ ബിജെപി ആണോ ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കുന്നത്? ആണോ?
നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോരി, നമ്മുടെ ഒപ്പം പോരി. ഖദറിന്റെ കുപ്പായിട്ടിട്ട് മുസ്ലിം ലീഗുകാരെ വിളിക്കാൻ. ഖദറിന്റെ കുപ്പായിട്ടിട്ട്. ഖദർ ആരതാ? ഖദർ കോൺഗ്രസിന്റെ കുപ്പായമാണ്. ഗാന്ധിയും നെഹ്റുവും ആസാദും അംബേദ്കറും ഒക്കെ ഉണ്ടാക്കിയ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഖദറിന്റെ കുപ്പായമിട്ട് മുസ്ലിം ലീഗ് പറയാണ് നമ്മുടെ സമുദായക്ക് ഇങ്ങോട്ട് പോരിന്ന്. നമ്മുടെ ഒപ്പം പോരി. പിണറായി സംഘാവാൻ, പിണറായി സംഘാവാൻ, കമ്മ്യൂണിസ്റ്റുകാർ സംഘാവാൻ. എന്ത് രാഷ്ട്രീയമാണല്ലോ ഇത്? ഞങ്ങളുടെ MLA ഇവിടെ പറഞ്ഞത് വികസനം ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ വികസനം ചർച്ച ചെയ്യണം, മതം ചർച്ച ചെയ്യരുത്. ഞങ്ങളുടെ പെൺകുട്ടികളെ കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ റോട്ടിൽ തുള്ളാൻ കൊണ്ടാകാതെ പറയുന്നത്. ഷാജിയുടെ പ്രസംഗം മതമാണ്, 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 കഴുത്തറ്റ മുങ്ങിയാലും മതമാണ് എന്ന് പറയുന്ന ഷാജിയുടെ മറ്റൊരു പ്രയോഗമാണ് ഞങ്ങളുടെ പെൺകുട്ടികളെ മാർക്സിസ്റ്റുകാർ തെരുവിൽ തുള്ളാൻ കൊണ്ടുപോകാൻ. ഞങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, തുള്ളിയത് കണ്ടു. നാണം കെട്ട മുസ്ലിം ലീഗുകാർ സ്ത്രീകളെ തെരുവിലിറക്കരുതെന്ന് പറയുന്ന സുന്നിയുടെ നേതാക്കന്മാർ, ആ സുന്നിയുടെ നേതാക്കന്മാർ മനുഷ്യ ചങ്ങലയിൽ NRCക്കെതിരെയുള്ള സമരത്തിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുത്തതിനെ ആക്ഷേപിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ മൗനം പാലിച്ചു. ഇവരൊന്നും പണ്ഡിതന്മാരും പണ്ഡിത സഭയുമല്ല, കൃത്യമായ രാഷ്ട്രീയമാണ്. അത് ഇടതുപക്ഷക്കാർ, ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ മനസ്സിലാക്കണം. സതീശന്റെ ഉച്ച സുഹൃത്ത് പാര ഇന്നലേക്ക് കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നാം പഠിച്ചത് എന്താണ്? ഇന്ത്യക്കാരൊക്കെ ഏകോദര സഹോദരങ്ങളാണ്, നാം ഏകോദര സഹോദരങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പറയാൻ കഴിയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഞാൻ ഇന്ത്യക്കാരെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയാത്ത മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയാണ് സതീശന്റെ സുഹൃത്ത്. അത്തരത്തിലുള്ള സുഹൃത്തുക്കളാണ്. ഇവിടെ TG സൂചിപ്പിച്ചു, വർഗീയതയെ സംബന്ധിച്ച് BJP കൂട്ടുകെട്ട്, ഇടതുപക്ഷത്തിനെതിരെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ഈ കൂട്ടായ്മക്കെതിരെ കേരളത്തിലെ എല്ലാ മുള്ളുമുരുക്കുകളും ഒരുമിച്ചിട്ടുണ്ട്. BJPയോ ജമാഅത്തൊന്നും മാത്രമല്ല, എല്ലാ കാട്ടുകള്ളന്മാരും, സ്കൂൾ കച്ചവടക്കാർ, ആശുപത്രി കച്ചവടക്കാർ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യവസായികൾ, കോർപ്പറേറ്റുകൾ എല്ലാരും ഒരുമിച്ചിട്ടുണ്ട്. ഒരുമിക്കാൻ കാരണം പ്രൈവറ്റ് സ്കൂളിലേക്ക് ആളെ പോകുന്നില്ല. നിങ്ങൾ നേരെ പരിശോധിക്കണം. സർക്കാർ സ്കൂളിന്റെ പടിക്കലേക്ക് കുട്ടികൾ വരുന്നു. വിദ്യാഭ്യാസ കച്ചവടത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആസ്പത്രികളിൽ തിരക്ക് കുറവാണ്. തിരക്കുകളൊക്കെ സർക്കാർ ആസ്പത്രിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കോടികളുടെ നഷ്ടമാണ്, അല്ലെങ്കിൽ ലാഭമില്ലായ്മയാണ് മുതലാളിമാർക്ക് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന, ചൂഷണം ചെയ്യുന്ന വ്യവസായികളും അധർമ്മകാരികളും ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തുറന്നു കാട്ടാൻ, അവരെയൊക്കെ വെല്ലുവിളിക്കാൻ, അവർ ചെയ്യുന്ന തെറ്റുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ അവരെ അതിജീവിക്കാൻ സാധിക്കൂ. ഈ കാട്ടുകള്ളനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മംഗലാപുരത്ത് ഒരു കിഡ്നി മാറ്റിവെക്കാൻ 5-6 ലക്ഷം രൂപ മതി. എന്നാൽ അത് കേരളത്തിലേക്ക് വന്ന 45 ലക്ഷം രൂപയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകളുണ്ട്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇംഗ്ലീഷ് സ്കൂള്, മീഡിയം സ്കൂളുകളിൽ 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് അഡ്മിഷൻ. അവിടുത്തെ ഡൊണേഷൻ ഫീസ് വേറെ. പല സ്കൂളുകളിലും, പ്രൈവറ്റ് സ്കൂളുകളിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കും. അതാ ഗ്യാരണ്ടി. ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഈ കോരത്തിന് നമ്മുടെ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് ഈ നാടിനെ ചൂഷണം ചെയ്യുന്ന ഒരു ശക്തിയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതാണ് ഐക്യജനാധിപത്യ മുന്നണി. ആ ഐക്യജനാധിപത്യ മുന്നണിയെ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനസേവനം ചെയ്ത, മനുഷ്യപക്ഷത്ത് നിന്ന് പെൻഷൻ കൊടുക്കുന്ന, സ്ത്രീകളെ ആദരിക്കുന്ന, കുട്ടികളെ ആദരിക്കുന്ന, യുവാക്കൾക്ക് പോക്കറ്റ്
കൂണി കൊടുക്കുന്ന മനുഷ്യനെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളും പുരോഗതിയും ഭാവിയിലേക്കുള്ള ചുവടുവെപ്പുകളുമൊക്കെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഈ ഗവൺമെന്റിന് തുടരാനുള്ള അവസരം കൊടുക്കണം. തീർച്ചയായും മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. അവരുടെ 41 70 അത്ര എളുപ്പമല്ല. 41 MLA ഉള്ള UDF അതിനെ 70 72 ആക്കാൻ അത് അത്ര പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ സാധ്യമല്ല. ഞങ്ങൾ തന്നെ തിരിച്ചു വരാൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.